1945 ഓഗസ്റ്റ് 6 മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും കാരുണ്യാജനകമായ ദിനം. ഒരു നഗരത്തെ മുഴുവൻ വെറും നിമിഷങ്ങളിൽ തകർത്ത ആണവ ബോംബ്. ഇന്ന് നമ്മൾ ആ ദിനത്തെയാണ് ഓർക്കുന്നത്. ചരിത്രത്തിൻ്റെ താളുകൾ നാം പിന്നോട്ട് മറിച്ച് നോക്കുമ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് പേൾ ഹാർബറിലെ ആക്രമണത്തിലാണ്. 1941 ഡിസംബർ 7 ഞായറാഴ്ച രാവിലെ ഹവായിയിലെ ഹൊനോലുവിലെ പേൾ ഹാർബറിലെ നാവിക താവളത്തിനെതിരെ അമേരിക്കയുടെ നാവിക താവളമായിരുന്നു പേൾ ഹാർബറിലെ നാവിക താവളം. അതിനെതിരെ ജപ്പാനീസ് നേവി എയർ സർവീസ് നടത്തിയ അതിശയിപ്പിക്കുന്ന ഒരു സൈനിക ആക്രമണമുണ്ട്. അതിനെയാണ് പേൾ ഹാർബറിലെ ആക്രമണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആക്രമണത്തിൻ്റെ അടുത്ത ദിവസം രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് അമേരിക്ക ഔപചാരികമായിട്ട് തന്നെ പ്രവേശിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ജപ്പാൻ നാവികസേനയുടെ വ്യോമ വിഭാഗം പേൾ ഹാർബറിൽ ഒരേ സമയം 2 തിരകളിലായിട്ടാണ് ആക്രമണം നടത്തിയത്. അതുകൊണ്ട് തന്നെ നിരവധി അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ തകർന്നു, വ്യോമതാവളങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചു, നിരവധി ആളപായങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് തന്നെ അമേരിക്ക ജപ്പാനിനെതിരെ ഒരു ആണവായുധം ഇടാൻ തീരുമാനിക്കുകയാണ്. ഇതിനായി അമേരിക്ക തിരഞ്ഞെടുത്തത് 40,000-ഓളം ജപ്പാനീസ് സൈനികർ ഉൾപ്പെടുന്ന സെക്കൻഡ് ജനറൽ ആർമിയുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന ജപ്പാനിലെ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന നഗരമായ ഹിരോഷിമ നഗരത്തെ. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 സമയം. ഒരു ശബ്ദമില്ലാത്ത നിമിഷം, പിന്നെ ചൂടും വെളിച്ചവും മരണവും. അമേരിക്ക ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന ആണവ ബോംബ് വീഴ്ത്തി. 80,000 പേർ ഒരു നിമിഷം കൊണ്ട് തന്നെ ഇല്ലാണ്ടായി. ചിലർ ജീവിച്ചു പോലും. പക്ഷേ മരണത്തെക്കാളും പേടിപ്പെടുത്തുന്ന റേഡിയേഷൻ അവരെ പിന്തുടർന്നു. ഇതൊരു യുദ്ധം മാത്രമല്ല, മനുഷ്യത്വം തന്നെ ചോദ്യപ്പെട്ടൊരു ദിവസമാണ്. അതുകൊണ്ടാണ് ലോകം ഇന്നും ഈ ദിവസത്തെ ഓർക്കുന്നത്. ഒരു പക്ഷേ ഒരാണവ ബോംബിന് ഒരു നഗരത്തെ മാത്രമല്ല തകർക്കാൻ സാധിക്കുന്നത്, അതിലുള്ള പാവപ്പെട്ടവരായ ജനങ്ങളെ കൂടെയാണ്. ഹിരോഷിമയുടെ ഓർമ്മ നമ്മെ സമാധാനത്തിലേക്ക് തന്നെ നയിക്കണം.